ജോൺ മോളെ നീ കരയണ്ട, നിന്നെ കാണാൻ കൊള്ളത്തുമില്ല, നീ കള്ളിയാണ്. നീ എന്തിനാ കരയുന്നത്? നിനക്ക് അസൂയ. നീ ആവശ്യത്തിൽ കൂടുതൽ എന്തിനാണ് നീ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? Why are you not interesting in my game? Why are you irritating me? I know I am good looking and you guys that you are കുശുമ്പ. നിങ്ങൾക്ക് എന്നോട് കുശുമ്പ. കഴിഞ്ഞ 2 എപ്പിസോഡായിട്ട് ബിഗ് ബോസ് ഓടിച്ചോണ്ടിരിക്കുന്നത് അനിമോളിനെയും ജിസേലിനെയും വെച്ചാ. ഒരു സൈഡ് ജിസേല് പോയിട്ട് ആണുങ്ങളുടെ ടീമിനെ മൊത്തം ഇങ്ങനെ വിളിച്ചിട്ട് സി ഗൈസ് നിങ്ങൾക്കറിയാമോ. അപ്പോഴത്തേക്ക് ഷാനവാസ് അവിടെ നിന്ന് ഓടി നിന്നിട്ട് അക്ബർ അങ്ങോട്ട് മാറും. എന്താ ജിസേൽ മോളെ, ക്യാപ്റ്റൻ ഞാനല്ലേ. അപ്പൊ ഇത് ഇവർ രണ്ടുപേരും മാറി നിന്നിട്ട് സംസാരിക്കുന്നതായിരുന്നേ ശൈത്യയും ഇവളും. ഇവിടുത്തെ ആൺപിള്ളേർക്ക് കോന്തന്മാരാണ്. ഈ പെണ്ണുങ്ങളെ കാണുമ്പോഴേക്ക് ഇവന്മാരൊക്കെ കൂടി അങ്ങോട്ട് പോണം. മറ്റേ 80s 90s ആ ജെൻഡറിന്റെ ആ ഒരു ഇക്വേഷൻ ആണ് അവിടെ വർക്ക് ആകുന്നത് കറക്റ്റ് ആയിട്ട്. പറഞ്ഞൊരു തിയറി എന്താ ഇവർക്ക് ഇത്ര നിർബന്ധം അവരുടെ സൂട്ട് കേസ് പെട്ടി കിട്ടിയപ്പോ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അതെന്താന്ന് വെച്ചാൽ ആ ഡ്രസ്സൊക്കെ ഇട്ട് അവൾ ഇവിടെ നടക്കുമല്ലോ, ഇവരത് കാണാമല്ലോ. ഭയങ്കര കോന്തന്മാരാണ്. അത് ബിൻസി വേറൊരു എപ്പിസോഡിൽ പറഞ്ഞു. ഇത്ര ആഭാസനായി നമ്മൾ പോലും അത്ര ചിന്തിച്ചില്ല. പക്ഷെ അത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ജിസേലിനാണ് വോട്ട് ചെയ്യുന്നത്. ജിസേൽ എന്ത് വില കൊടുത്തും ഈ ആഴ്ചകൾ അടുത്ത ആഴ്ചകൾ സർവൈവ് ചെയ്യണം. ഞാൻ പെട്ടി വരുന്നിടം വരെ ഞാൻ കാര്യമായിട്ടോ ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. എന്റെ പിന്നെ ഇത് മറ്റേ പഴയ അല്ല കർണാടക ഇലക്ഷൻ പോലെ കള്ളവോട്ട് കുറെ ചെയ്യാൻ പറ്റില്ല. സംഭവം നമ്മുടെ വോട്ടിൽ വലിയ കാര്യമില്ലല്ലേ. ഇല്ല എനിക്കൊന്ന് ഒരു ദിവസം ഒരു വോട്ടാണുള്ളത് ഒരു അക്കൗണ്ടിൽ. ഇവര് നമ്പേഴ്സ് കാണിക്കാത്തോളം വെറുതെ ഇല്ല. പക്ഷെ വെറുതെ എങ്ങാനും എന്റെ ഒരു വോട്ട് ചെയ്യാത്തതുകൊണ്ട് ജിസേലിന് എങ്ങാനും പുറത്ത് ജിസേലിനെ കാണാൻ പറ്റത്തില്ലോ എന്നുള്ള വിഷമം കൊണ്ട് ഞാൻ ജിസേലിന് വോട്ട് ചെയ്യും. ഞാൻ വോട്ട് ചെയ്യുന്നില്ല. നീ വോട്ട് ചെയ്യണില്ല. നോട്ടടിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ആഴ്ചത്തെ എവിക്ഷൻ ലിസ്റ്റ് എനിക്ക് തോന്നുന്നു ശൈത്യ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. നെവിൻ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വോട്ട് കൊടുക്കുന്നത്. ഞാൻ വിട്ടു. അതിൽ എനിക്ക് തോന്നുന്നു നെവിന് കൂടുതൽ വോട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പോ ഭയങ്കര ഡ്രാമയാണ്. ആളെ കണ്ടുകൊണ്ടിരിക്കാൻ രസമാണ്. കട്ടെടുക്കുന്നു. നമ്മൾ വോട്ടിങ്ങിൽ ആർക്കാ കൂടുതൽ അറിയാറില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് അപ്പാനിശരത്തിനെതിരെ വോട്ട് വരുമെന്ന് എനിക്കൊരു തോന്നലുണ്ട്. എതിരെ അതായത് അപ്പാനിശരത്ത് പുറത്തു പോകാൻ സാധ്യതയുണ്ട് വോട്ട് കുറഞ്ഞു കിട്ടിയിട്ട്. എല്ലാ ആഴ്ചയും ഡിസിഷൻ വോട്ടിങ്ങിലാണെന്നാണ് ഇവർ പറയുന്നത്. ശൈത്യ പുറത്തു പോകാൻ സാധ്യതയുണ്ട്, പക്ഷെ അപ്പാനിശരത്തിന് സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ കറക്റ്റ് സാധ്യത ലിസ്റ്റിൽ 6 പേരെയും ബിഗ് ബോസ് സേഫ് ആക്കി നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. 2 സരികമാരെ, രേണുസുതി, അനീഷ്, ഒനീലൊക്കെ മറ്റേ മിഡ് വീക്ക് എവിക്ഷനകത്ത് പോവുകയും എന്റെ പ്രഡിക്ഷൻ തെറ്റിച്ചിട്ട് അത് വലിയ കാര്യം. നമ്മൾ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞ് അനീസിനെ പൊക്കിയൊക്കെ ഏറി കയറ്റിട്ട് എനിക്ക് ആ ദിവസത്തിനോട് ബഹുമാനം ഇത് ഏഷ്യാനെറ്റുകാർ കണ്ടിട്ട് അവര് മാറ്റിയടിച്ചു. ആ കൂട്ടത്തിൽ ഓടാൻ കപ്പാസിറ്റി ആരേ ഉള്ളൂ, അനീഷുള്ളൂ. അവസാനത്തെ ടാസ്ക് കൊടുത്ത് ഓടുന്ന ടാസ്ക് കൊടുത്ത് എളുപ്പമല്ലേ. എന്താ ഒനീലിനെന്താ ഓടാൻ പറ്റാണ്ട്? കപ്പാസിറ്റി ഇല്ല. നമ്മൾ ബോഡി ഷെയിം ചെയ്യാൻ പാടില്ല. ഒന്നിനും ഓടാൻ പറ്റത്തില്ല നമുക്കറിയാമല്ലോ. അത് ബോഡി ഷെയിമിംഗ് അല്ലല്ലോ. അത് ഫാക്ട് ആണോ? ഫാക്ട് അല്ല, ഫാറ്റ്. അതെ, അത് ഫാറ്റ് ആണ്. ഫാക്ട് ആണ് അവിടെ. അതെ, അത് ഫാറ്റ് ആണ്. ആന്ത്രോപോളജി അടിച്ചു കളക്കും. പക്ഷെ അനീഷ് നൈസായിട്ട് കളിച്ചു. കാരണം അത്രയും നേരം ബാക്കിയുള്ളവരുടെ ഗെയിമിൽ അനീഷ് ഏറ്റവും പുറകെ തന്നെ ആയിരുന്നു. എന്റെ കാൽക്കുലേഷൻ അവിടെ വരെ കറക്റ്റ് ആയിരുന്നു. അതായത് പുള്ളിക്കാരന് വേണ്ടി ആരും കളിക്കത്തില്ലെന്ന് എവിഡന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ ഡാർക്ക് റൂമിലേക്ക് പുള്ളിയെ കിട്ടുമെന്നുള്ളതായിരുന്നു. നമ്മുടെ ഫസ്റ്റ് പുള്ളിക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി ബിഗ് ബോസ് സാധനം കൊണ്ടുവന്നുള്ളത് കറക്റ്റ് ആയിരുന്നു. പക്ഷെ പുള്ളിയെ പുറത്ത് കൊണ്ടുപോയി ബിഗ് ബോസ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമെന്നുള്ള സാധനം തെറ്റിച്ചു ബിഗ് ബോസ്. ജയിച്ചാലും ഇല്ലെങ്കിലും 6000 പേര് കണ്ട വീഡിയോ ആയല്ലേ. മറ്റേ ഒരു 4ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല പിന്നെ. ഞാനൊരു നിമിഷം ഇവനോടൊക്കെ എനിക്ക് ബഹുമാനം. ഞാൻ വെറുതെ ഇരുന്ന് കണ്ടുപോയൊരു സാധനം അനീസ് ഇത്ര ഡീകോഡ് ചെയ്ത്. പിന്നെ ഞാനിതിങ്ങനെ നമുക്ക് ഇത് കഴിഞ്ഞെല്ലാം കിട്ടില്ലോ. അല്ല, ഞാൻ വിശകലനം ചെയ്തപ്പോ അല്ല എന്തിനിപ്പോ ഇവനെ എടുത്ത് പുറത്തേക്ക് ഇടേണ്ട കാര്യം, അവൻ എന്തായാലും ഗെയിമിൽ നിന്ന് പോകും. അത് കേൾക്കാൻ രസമില്ലായിരുന്നു. ഞാൻ ചാർജ് ആയി. ഞാൻ ഭയങ്കര ചാർജ് ആയി പോയി. ആ കണ്ടെത്തലിൽ എനിക്ക് രോമാഞ്ചൊക്കെ വന്നു. എന്റെ കൂടെയുള്ളത് ചില്ലറക്കാരല്ല. അപ്പൊ ഇങ്ങനെയുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ ഞാൻ കൊണ്ടുവരും. അപ്പൊ ഇന്ന് എന്തെങ്കിലും കണ്ടെത്തലുകൾ? കേവലം ഒരു പോസ്റ്റ് ഓഫീസ് കുറെ പേര് പറഞ്ഞു
സിക്കക്ക് എന്തൊരു ബുദ്ധിയാ. അവർക്ക് വേണ്ടി അനീസ് പറയൂ എന്തെങ്കിലും. ഈ ആഴ്ച ഞാൻ കണ്ടത് മൊത്തം നെവിന്റെ ആ പറയുന്ന എന്താ സർപ്രൈസ് കട്ടെടുക്കലുകളാണ്. നെവിൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അവൻ അതിനകത്ത് ഇരിക്കുന്നോണ്ട് അകത്തിരിക്കുന്ന ആൾക്കാർക്കാണ് എന്റർടൈൻമെന്റ് കൂടുതലും. അവർക്ക് മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും ആ സാധനത്തിൽ ലൈറ്റ് ഹാർട്ടഡ് മൊമെന്റുകൾ ഉണ്ടാക്കുന്ന സാധനം. അത് ഭയങ്കര സീരിയസ് അടികളും പ്രശ്നവും കഴിഞ്ഞ് പെണ്ണുങ്ങളെല്ലാം കരഞ്ഞ് അടുക്കളയെന്നൊക്കെ പോയി പല വഴിക്ക് പോയപ്പോൾ ഒരാൾ വന്നിട്ട് ബിഗ് ബോസ് കിഴങ്ങ് ഞാൻ എടുക്കുകയാണ് കേട്ടോ. പുള്ളിക്കാരൻ നൈസായിട്ട് കിഴങ്ങ് അരിഞ്ഞിട്ട് അത് ഓവനിൽ വെച്ച് ഫ്രൈ ചെയ്ത് ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് ഒരു സൈഡിൽ കൊണ്ട് സോഫയുടെ നിറയുന്നിട്ട് ഇതെടുത്ത് ഇത് ഞാൻ എടുത്തു. പക്ഷെ പുള്ളി അത് എടുത്തു എന്ന് പറഞ്ഞാലും വേറെ ആരും അത് ഒഫൻഡഡ് ആവുന്നില്ല. അല്ലെങ്കിൽ അതിൽ വള്ളി പിടിക്കാൻ പോകുന്നത് ഇത് ലൈവ് എപ്പിസോഡിൽ, ലൈവ് അല്ല അവര് ഇട്ടേക്കുന്ന എപ്പിസോഡിൽ ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, പുള്ളിയുടെ വിജയമാണ് ശരിക്കും. പുള്ളി റൂള് തെറ്റിക്കുമ്പോഴും ആൾക്കാർ ഓക്കെയാണ്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ അക്ബറിനെ ആക്റ്റീവായിട്ട് അധികം കണ്ടിട്ടില്ലല്ലോ. ഇല്ല, കാരണം അക്ബർ അത് നെഗറ്റീവ് വലിച്ചു വരുത്തേണ്ടെന്ന് മൊത്തത്തിലുണ്ട്. അതുകൊണ്ട് അക്ബറിന്റെ കുറെ സാധനങ്ങൾ പുറത്തേക്ക് വിടുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. അക്ബർ അധികം നെഗറ്റീവ് വലിച്ചു വരുത്തേണ്ടെന്ന് അവർക്കുണ്ട്. അക്ബർ ഈ നോമിനേഷനിൽ അധികം ആൾക്കാർ അക്ബറിനെ തള്ളി പുറത്താക്കിയതെന്ന് അവർക്ക് താല്പര്യമുണ്ട്. അക്ബറിനെ അങ്ങനെ പുറത്താക്കത്തില്ല. എന്തായാലും അക്ബർ അടുത്ത സെക്ഷനിലേക്ക് മിഡിലേക്ക് നമുക്കറിയാം. ഇതിന്റെ സെക്ഷന്റെ അവസാനം വരെ എത്താൻ സാധ്യതയുള്ള ആൾക്കാരാണ് അക്ബർ, അനീഷ്, ഷാനവാസ്, നെവിനൊക്കെ എനിക്ക് തോന്നുന്നത്. കാരണം അഭിലാഷൊക്കെ നെവിൻ ചിലപ്പോൾ അതിന് മുന്നേറ്റ് പോകണ്ട. അവരുടെ റെപ്രസെന്റേഷൻ വെച്ചാൽ ഒരു മിഡിലിനപ്പുറത്തേക്ക് ഈ ഷോയുടെ പകുതിക്ക് എത്തിക്കേണ്ടി വരും. അതുപോലെ ഇവരൊക്കെ ഒരു പർട്ടിക്കുലർ റെപ്രസെന്റേഷൻ വന്നാണല്ലോ. നൂറയ്ക്ക് നമ്മുടെ ഭാഗത്ത് ഭയങ്കര ഫാൻസ് ആണ്. ഞാൻ പറയട്ടെ, ജോൺ ജോ എപ്പിസോഡ് കാണുന്നതിന്റെ പറയണ അയ്യോ നൂറയുടെ മുഖത്ത് കുരു വന്നു. സ്വന്തം ഭാര്യയുടെ മുഖത്ത് ഞാനും കണ്ടായിരുന്നു. അത് പറഞ്ഞ നൂറയ്ക്കും ജിസലിനോട് ഫാൻസ് ഉള്ളതെന്ന് തോന്നുന്നില്ല. അങ്ങനെ അവിടെ സംഭവം പറഞ്ഞാൽ ആദില നൂറയെ കൊണ്ടുപോയി നമുക്ക് മറ്റേ ബിലാലിന്റെ അടുത്ത് ജാഫറിക്ക് ബിഗ് ബിക്ക് വന്നത്. അതിപ്പോ സത്യം പറഞ്ഞ ഇക്ക നമുക്കൊക്കെ വിഷമമുണ്ട് ആദില നൂറയെ കൊണ്ടുപോയതിന്. കാരണം അത് അവരുടെ ഒരു റാപ്പോ വെച്ചിട്ട് ശരിക്കും അതിലെ കുറച്ചുകൂടെ മെയിൽ ഹോർമോൺസിലേക്ക് അടുത്ത് നിൽക്കുന്ന ആളാണ്. അതിലാണ് ആ അവരുടെ റിലേഷൻ. കാരണം പുള്ളിക്കാരി എവിഡന്റ്ലി ഒരു ലേഡിയാണ്, ബട്ട് സ്റ്റിൽ പുള്ളിക്കാരിക്ക് ഒരു ആണത്തം അല്ലെങ്കിൽ മെയിൽ ഇതുണ്ട്. പുള്ളിക്കാരി അവരുടെ റിലേഷനിൽ ഡൊമിനന്റും അതിലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പലപ്പോഴും നൂറ എടുത്ത് സി എന്നൊക്കെ പറഞ്ഞാൽ നൂറ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പൊത്തല്ല ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. മതി നൂറ സംസാരിച്ചു അല്ല ഡൊമിനന്റ് എന്ന് ഞാൻ പറഞ്ഞില്ല, ആണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പുള്ളിക്കാരിക്ക് മെയിൽ സാധനങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ട് രണ്ടാമത് ഇതിൽ സാഡ് ബിജിഎം കേട്ടി ഇയാൾ മാത്രം അടിച്ചാൽ. പക്ഷെ എല്ലാവരും ഒറ്റക്കെട്ടാണ്. നൂറ ആദിലയുടെ കൂടെ പോയി നമുക്കൊക്കെ വിഷമമുണ്ടെന്നു. ആൻഡ് ഈ പറഞ്ഞ ഞാൻ ശ്രദ്ധിക്കാത്ത കാര്യമാണ് ആ ബാൻഡ് ഗെയിം നടന്നപ്പം. അത് ജോണാണ് സ്പോട്ട് ചെയ്തിട്ടോ. നമ്മൾ ഞാൻ ശ്രദ്ധിച്ചില്ല. ഇത് കണ്ടുപോകുമ്പോ തെറിച്ച് വന്നത് ജിസയിൽ വർക്ക് ചെയ്തിട്ടില്ല, ഇത് കിട്ടിയെന്നുള്ള മാത്രം. ആരാ വർക്ക് ചെയ്തതെന്ന് ഞാൻ കണ്ടില്ല. ആര്യനാണ് അവര് തമ്മിൽ അവരുടെ സാധനം. അവർ കുറച്ച് ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റി ആണല്ലോ. ആ ടാസ്ക് ടാലന്റ് ഷോ ടാസ്കിന്റെ ഇടയിൽ അവര് ഒരു കെട്ടിപ്പിടുത്തം ഇതൊക്കെ ഉണ്ടായപ്പോ കണ്ടസ്റ്റൻസിന്റെ ഫേസ് കണ്ടു. അക്ബറിനൊക്കെ നല്ല വിഷമമുണ്ടായിരുന്നു. ശരാശരി മലയാളി ഞാൻ ശരാശരി മലയാളിയാണ്. മലയാളിയിലല്ല നിർത്തി. ഞാൻ പറഞ്ഞ എന്താ, നീ അവര് ചെയ്ത കണ്ടോ? അവരാ എഡിറ്റ് ചെയ്ത കണ്ടോ? അതായത് ഒരു തലയിൽ കൂടെ മറ്റേ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അത് സൂം ഇൻ ചെയ്യുന്നു, ബ്ലർ ചെയ്യുന്നു. ബ്ലർ ചെയ്തോണ്ടാണ് സൂം ഇൻ ചെയ്ത്. പഴയ കിസ് സീനിലേക്ക് വരുന്ന പോലെ ഫീൽ കൊടുക്കുന്ന. ഇപ്പൊ ഈ കാലത്ത് നമ്മുടെ മലയാളം സീരിയലിൽ വരെ ലിപ് ലോക്ക് വന്നു കഴിഞ്ഞു. അപ്പോഴാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അവർക്ക് അത് മാറ്റമായിരുന്നില്ലേ? നേരെ കാണിക്കാൻ പാടില്ലേ? എനിക്ക് ആര്യൻ കുറെയൊക്കെ ആര്യനും ജിസയിലും പ്രത്യേക അവർ തമ്മിൽ കണക്ഷൻ. ഈ പറയുന്ന അനുമോളും ജിസയിലും തമ്മിലുള്ള വഴക്കിന്റെ റീസൺ ബൈക്കിൽ ശരിക്കും ആര്യനാണ്. കാരണം ഇവളുടെ കയ്യിൽ മേക്കപ്പ് ഷെയർ ചെയ്യുന്നത് ആര്യനാണ്. ഇവർ ഒരുമിച്ചൊരു ബെഡും ഒരു ഇതാണുള്ള ഷെയർ ചെയ്യുന്നത്. വാർഡ്രോബ് ഇവരുടെ സെയിം ആണല്ലോ. അപ്പോൾ ഇവർ കണ്ടുപിടിച്ചു വന്നത് ഇവളുടെ മുഖത്തുള്ള കളറ് മറ്റേ പേപ്പറിൽ ഇളകി വന്നല്ലോ. അപ്പോഴത്തേക്കാണെങ്കിൽ ആദ്യം പറഞ്ഞ പൊട്ടറ്റോ സ്റ്റാർച്ച് ഞാനാണ്, പൊട്ടറ്റോ ഫേസ് പാക്കാണ്, പിന്നെ ടിൻറ്റഡ് സൺസ്ക്രീൻ ആണ്, ഇതൊന്നും വർക്ക് ആവുന്നില്ല എന്നപ്പോൾ അവസാനം
ആരുടെ എടുത്തു, അതെന്റെ സ്മാർട്ട്നെസ് എന്നായി. ഇത് ആരുടെയാണ് അവർ കണ്ടുപിടിച്ചത്? ഇവളുടെ ലോഷൻ ബോട്ടിലിന്റെ മുകളിൽ ഒരു ക്രീം, ആ ക്രീമിന്റെ മണവും കണ്ടുപിടിച്ചത് ആര്യന്റെ ക്രീമിന്റെ മണവും. എന്നിട്ട് ആര്യനോട് ചോദിക്കും, നീ വന്ന് ആര്യനത് ഒതുക്കാൻ നോക്കി. പിന്നെ ഞാൻ അറിഞ്ഞില്ല എടുത്തതെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവസാനം പോയിട്ട് ഒരു വാണിങ്ങും, ജിസേൽ എന്റെ സാധനം ഒന്നും എടുത്തു പോരുത് കേട്ടോ. പിന്നെ ഇതിനകത്തുള്ളേ ഈ രാവിലെ എണീറ്റ ഉടനെ ഇവര് പാട്ടിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആക്റ്റീവ് ആക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ശരിക്കും റിയൽ ലൈഫിൽ അങ്ങനെ ആൾക്കാരുണ്ട്, നിങ്ങൾ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറയാം. അതായത് രാവിലെ എണീറ്റ് അപ്പൊ തന്നെ ഒരു പാട്ട്, നല്ലൊരു പല്ല് തേക്കുകയും മുള്ളൊക്കെ വേണ്ടേ, അത് വേറെ ടൈപ്പ് ഓഫ് ഡാൻസ് ആണല്ലേ വർക്കൗട്ട്. അല്ല ഇതിന്റെ ഇടയിൽ കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ ശനിയാഴ്ച ലാലേട്ടൻ വന്നപ്പോ കാലത്തെല്ലാവരും എക്സർസൈസ് ചെയ്യും, ജമ്പിങ് ജാക്സ്. അത് ആരൊക്കെ സൈഡിൽ ചെയ്യുന്നതായിട്ട് വിഷ്വലി വന്ന് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. ഷാനവാസ് വർക്കൗട്ടല്ല സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു ചില വീഡിയോസ്. നമ്മൾ ലൈവ് കാണുന്നില്ലല്ലോ. കായികമായി അധ്വാനിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അയാൾ അത്യാവശ്യം നന്നായിട്ട് ക്യാപ്റ്റൻസി കൊണ്ടുപോകുന്നുണ്ട്. ആളുടെ ക്യാപ്റ്റൻസി കുഴപ്പമില്ല. പിന്നെ ആള് ഇൻഡിവിജ്വൽ ഗെയിമും കളിക്കുന്നുണ്ട് കറക്റ്റായിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ആൾ ടീംസ് ഒക്കെ ചെയ്തിട്ട് ടീം സെറ്റ് ചെയ്ത് ആദിലെ നൂറയൊക്കെ വെച്ചിട്ട് ജിസേലിനെ സ്പൈ വർക്ക്സ് നടത്തുന്നതും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ആവശ്യത്തിന് വഴക്കുണ്ടാക്കുന്നത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അനീഷിൻ്റെ ഗെയിം റിട്ടേൺ തിരിച്ചു വന്നത് ഭയങ്കര സംഭവമായിരുന്നു ഈ വീട്ടിലെ. പുള്ളിക്കാരന് എളുപ്പമുള്ള ഗെയിംസ് തന്നെ കിട്ടിയതാ ഭാഗ്യത്തിന്. അവരെക്കാളെല്ലാം നന്നായി ഫിസിക്കലി പുള്ളി ആക്റ്റീവാണ്. പുള്ളിക്ക് പറ്റിയ ഗെയിം ഒരേ ഒരു ഗെയിം മാത്രമാണ് അത് കണ്ടസ്റ്റന്റ് ഇറങ്ങി കളിക്കേണ്ടി വന്നത് അല്ലേ. ബാക്കി 3 ഗെയിമിലും അവർ അനീഷിനെ ഒതുക്കാൻ പറ്റിയ സാധനങ്ങൾ, ഈവൻ ജഡ്ജ്മെന്റിൽ പോലും മറ്റേ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ഗെയിമിനകത്ത് അനീഷിന്റെ ടീം നന്നായിട്ട് പെർഫോം ചെയ്തത്. പക്ഷേ അപ്പാനി ശരത്ത് കംപ്ലൈന്റ് പറയുന്നുണ്ട്, ഞങ്ങൾ അൺഫെയർ ആയിരുന്നു. പക്ഷെ എനിക്ക് അവരുടെ പെർഫോമൻസ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർക്കായിട്ടുള്ള സ്കിറ്റ് അത്രയ്ക്ക് കൊള്ളില്ലായിരുന്നു. നൂറ ആൻഡ് ശൈത്യാണ് അവര് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് 5th ആണ് കൊടുത്തത്. അവർ അനീഷിന്റെ ടീം ആയതുകൊണ്ടാണ് ശരിക്കും പോയെന്ന് പറഞ്ഞാൽ അതെ എനിക്ക് അൺഫെയർ ആയിട്ട് തോന്നി. അത് നന്നായിട്ട് ചെയ്തു. അതുപോലെ അപ്പാനിശരത്ത് ആദ്യത്തെ ഇവർക്ക് വേണ്ടി സഹായികളുടെ ടീമിനെ ഷഫിൾ ചെയ്തായിരുന്നു. ആദ്യം പിന്നെ അപ്പാനിശരത്ത് അനു ആയിരുന്നില്ല അനീഷിന് വേണ്ടി കളിച്ചോണ്ടിരുന്നത്. അപ്പൊ അവര് മോശമായിട്ട് കളിച്ചെന്ന് അവസാനം അനീഷ് സമ്മതിച്ചു. ആദ്യം അനീഷ് പറഞ്ഞു ഇനി ഗെയിംസ് ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് കംപ്ലൈന്റ്സ് ഉണ്ടെന്ന് കണ്ടു. അപ്പൊ മറ്റേ ശാരിക പറഞ്ഞു കളിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ അപ്പൊ അനീഷും പറഞ്ഞു. അല്ല ആദ്യമൊക്കെ അനീഷ് അത് പറയാതിരുന്ന വെച്ചാൽ ഇനി അടുത്ത ഗെയിം ഉണ്ടല്ലോ, ഇപ്പൊ ഞാനിത് പറഞ്ഞ് ചൊടിപ്പിച്ച ഉമ്മാരി വീണ്ടും മോശമായിട്ട് കളിക്കും, ഇതിലും മോശമാകും, എന്തായാലും താഴെ പോയി. പരാതി പറയാൻ പുള്ളി കറക്റ്റായിട്ട് പരാതി പറഞ്ഞു. അപ്പൊ ഒനീലിനെയും ശാരികയും ഒനീലും പുറത്തേക്ക് പോയി. അവർ 2 ദിവസം ഇനി കാണത്തില്ല. ലാലേട്ടൻ വരുമ്പോൾ തിരിച്ചു വരും. അനീഷ് ശരിക്കും ഒനീലിന്റെ അടുത്തത് അനീഷിന്റെ തൊട്ട് മേളായിരുന്നു ഒനീൽ ഉണ്ടായിരുന്നത്. അങ്ങനെ എന്തുകൊണ്ട് അയാൾ സെലക്ട് ചെയ്തു? ഒനീലിനെ സെലക്ട് ചെയ്തത് അതാണ് ഈ പറഞ്ഞ പോയിന്റ് നിലയിൽ ആരെ കുറച്ചുകൂടെ താഴേക്ക് കൊണ്ടുവന്നാൽ ഇയാൾക്ക് കുറച്ചുകൂടെ മുകളിലേക്ക് വരാൻ പുള്ളി കാൽക്കുലേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഒനീലിനെ പിടിച്ചത്. പിന്നെ ഇയാളുടെ തൊട്ട് മേളിലായിരുന്നു പോയിന്റ്, ഞാൻ ഓർക്കുന്നില്ല. അല്ലല്ല അയാള് പറഞ്ഞത് ഓടിച്ചെന്ന് എടുക്കുമ്പോ ഏറ്റവും അടുത്തുള്ള ബൗളാണ് ഏകദേശം. രണ്ടാമതും ടാർഗറ്റ് ചെയ്തത് അഥവാ എനിക്ക് കിട്ടാൻ പറ്റിയില്ലെങ്കിലും പുള്ളി അത് തന്നെ പിടിക്കാൻ ട്രൈ ചെയ്തു. എനിക്ക് തോന്നി എന്തായാലും ഒനീലിന്റെ ഭാഗത്ത് ഹെയ്റ്റ് വരും. രണ്ടുപേരുടെ ഹെയ്റ്റ് പിടിക്കണം. മാത്രമല്ല ഒനീൽ ഓടി ഇത് കവി ഒരു ലൈൻ എഴുതും, ആൾക്കാർ 100 തവണ ചിന്തിക്കില്ല, അത്രേ ഉള്ളൂ. അറിയാൻ പാടില്ല, ഞാൻ ഈ ലോകത്ത് വളരെ മണ്ടനാണല്ലോ. നിന്റെ മനസ്സിൽ കുശുമ്പില്ല ജോണേ, നീ നിഷ്കളങ്കനാ. അതുകൊണ്ടാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ബിഗ് ബോസിൽ പോകാൻ പറ്റത്തില്ല, ഒരിക്കലും സർവൈവ് ചെയ്യത്തില്ല എന്നുള്ള ഒരാളേ ഉള്ളൂ. അത് പക്ഷെ അപ്പൊ ബിഗ് ബോസ് ഞെട്ടിക്കണം. അത് ജോൺ ജോ അല്ലേ? ജോൺ ജോ പോയാൽ പണ്ട് ഏതൊരു ആർജെ വന്നാലും ഒരു ആർജിന്റെ ചുമ്മാ ഒരു മിഡിൽ ഈസ്റ്റിൽ ഒരു ആർജെ വന്നായിരുന്നു. പുള്ളി ഇങ്ങനെ പോയിട്ട് ഒരു കാര്യത്തിൽ പങ്കെടുക്കാതെ ഒറ്റ ആഴ്ച ഇരുന്ന് ഇറങ്ങിപ്പോയി. വൈൽഡ് കാർഡ് അത് പിന്നെ ഇത് വൈൽഡ് കാർഡിൽ നമ്മൾ ചിലപ്പോ കണ്ടോളണമെന്നില്ല. ചിലപ്പോ നല്ല മനുഷ്യന്മാരായിരിക്കും. ഇവിടൊക്കെ പറയുന്ന പോലെ അല്ല, അവിടെ നമ്മൾ പല കാര്യങ്ങളിലും സ്റ്റേജിൽ ഇറങ്ങുന്നത് ബുദ്ധിമുട്ടാണ് നമ്മൾ പറയുന്ന പോലെ തന്നെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, കാരണം ധീരഘോരം വാദിക്കുന്ന സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് പോലും അകത്ത് നിന്നപ്പോൾ ഒരു കാര്യത്തിലും മിണ്ടാതെ പറയണല്ലോ. അപ്പൊ എനിക്കൊന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗെയിം അല്ല അവിടെ. ഈ മുമ്പത്തെ സീസണിലൊക്കെ ആൾക്കാർ വന്നിരുന്നത് അയ്യോ എന്റെ പുറത്തെ ഇമേജ് കേടാവും, നമ്മൾ ഇതിനകത്ത് നമ്മൾ ജീവിതം കളയരുത്, ഇങ്ങനൊരു ട്രെൻഡ് ആൾക്കാർ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്കൊന്ന് സായിക്ക സിംഗിൾ ഗെയിമാണ് എളുപ്പം. അതായത് പുള്ളി മാത്രമായിട്ടുള്ള പരിപാടിയാണ് പുള്ളി കിടിലായിട്ട് ചെയ്യും. പക്ഷെ വേറെ ആളുടെ തർക്കിക്കാനൊക്കെ പോകുന്നത് നമ്മൾ നമ്മുടെ സേഫ് സ്പേസിൽ ഇരുന്നോണ്ട് നമ്മള് വീരത്വം കാണിക്കുന്നതും എന്താ പറയാ, അല്ലാതെ ഇറങ്ങി ശരിക്കും നല്ല പാടാണ്. എനിക്കൊന്ന് പലപ്പോഴും ഞാൻ വിചാരിക്കും കൈനീശി അങ്ങ് അടിക്കുക, അനുമോളിനെ അങ്ങ് അടിക്കുക, കൈനീശി അങ്ങ് അടിക്കുക, ജിസേലെ അടിക്കുക അനുമോളിനെ. അതെനിക്ക് കാണുന്ന ആഗ്രഹമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് കൊടുക്കാണ്
ഇന്ന് ഈ ആഴ്ച ഈ ദിവസം ഒരു 10 മിനിറ്റ് നേരം ഫിസിക്കൽ വയലൻസ് ഓക്കെ ഈ 10 മിനിറ്റ് പർജാണ്. ഇന്ന് ക്യാമറ ഓൺ ആണെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നോ ഇതൊക്കെ ചെയ്തോ 10 മിനിറ്റ് നേരം ഫിസിക്കൽ വയലൻസ് ഓക്കെ. അപ്പൊ ഇങ്ങനെ അനിമോളിങ്ങനെ വന്നിട്ട് അനിമോളിന്റെ നെഞ്ചത്തോട്ട് ജിസയിൽ കയറിയിട്ട് ഒരാളെ കിട്ടി എല്ലാരും അങ്ങപ്പ് ചെയ്യും. ഒരു കാര്യം പറഞ്ഞാൽ ആ സമയത്ത് കൈ കെട്ടി നിന്ന് അടി പേടിച്ചോ അവൻ ജയിച്ചു. ഫുൾ സാധാരണ എന്നെ അടിക്കല്ലേ എന്ന് പറഞ്ഞാൽ എന്നെ അടിക്കല്ലേ ഞാൻ അടിച്ചാലും അവന് അടി കൊണ്ടോ സ്റ്റാർ ആവില്ലേ, അത് കൺവെർട്ട് ആവല്ലോ. അല്ല പക്ഷെ അത് അങ്ങനെ ഒരു വിൻഡോ കൊടുത്തത് നന്നായിരിക്കും തോന്നുന്നു. ബിഗ് ബോസ് കാണുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് സർഗോ മാധവൻ സാർ നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ, അല്ല സർഗോ മാധവൻ ഉണ്ട് ഏഷ്യാന്റെ പഴയ MD മാധവൻ. അപ്പൊ ഈ പേര് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു ആള് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ അക്ബർ ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏഷ്യാനെറ്റിൽ ഈ പുള്ളിയുടെ കൂടെ തന്നെ 2 റിയാലിറ്റി ഷോയിലും ചെയ്ത ആളാണ്. അന്ന് മെന്റർ സർഗോ ആയിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സർഗോ ഡയറക്ടർ ആയിരുന്നു ആ പരിപാടി. അതില് പുള്ളി ഈ ഷോയുടെ അക്ബർ മെന്റർ ആയിരുന്നു, ഇതിന്റെ ഡയറക്ടർ സർഗോ എന്ന് പറയുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ഫേവറിറ്റിസം അവിടെ എന്തായാലും വരില്ലേ? അറിയത്തില്ല, അതാ പറഞ്ഞ അത് അവർക്ക് എന്തിനാ ചെയ്യേണ്ട കാര്യം? എന്ത് ഒരു ഫേവറിറ്റിസത്തിൽ ഒരാളൊരു കയറ്റി വിടേണ്ട കാര്യം എന്താ? ഈ ഷോ എങ്ങനെ കളിച്ചാലും ഓടും. അതിലിപ്പോ ഒരാളെ കയറ്റി വിടണമെന്ന് ഇവർക്ക് എന്തിനാ തോന്നുന്ന കാര്യം? ഏഷ്യാനെറ്റിന്റെ കൂടെ തന്നെയാണ് ഇനിയും പേഴ്സണൽ സാധനം. ഇപ്പൊ എനിക്ക് തന്നെ ആഗ്രഹം കാണത്തില്ല ജോൺ ജോ സിനിമയിൽ എത്തണമെന്ന്. എടാ അതിന് നിനക്ക് അല്ല ഞാൻ പറയട്ടെ, ഇവനിപ്പോ എന്നെ സിനിമയിൽ എടുക്കണം, അവ ഒരിക്കലും അതിനെന്നെ നായകനാക്കി എടുക്കണമെന്നില്ലല്ലോ. അതിലൊരു റോള് ഇല്ല, അത് തന്നെ. പക്ഷെ സബ് റോൾ ഒന്ന് ക്ലൈമാക്സ് വരെ കൊണ്ടു നിന്നെ പകുതിക്ക് വെച്ച് കൊന്നു കളയേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. കൊന്നുകളയാലോ. അപ്പോൾ നിനക്ക് എന്നോട് ചെയ്യാവുന്ന ഒരു നല്ല കാര്യം നീ ചെയ്തു കഴിഞ്ഞു. അല്ല മാക്സിമം നീ നടത്തുന്ന ഒരു ഷോയിൽ മാക്സിമം സ്ക്രീൻ സ്പേസ് കൊടുക്കാനല്ലേ നോക്കുന്നല്ലോ. ഞാൻ കാണിക്കും, പക്ഷെ അവൻ കാണിക്കത്തില്ല. ഞാൻ സ്വാർത്ഥനായ ഒരു മനുഷ്യൻ, അവൻ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് ഞാൻ ഇവനെ ജയിപ്പിക്കില്ല, ഞാൻ അവന് ഒരു പ്ലാറ്റ്ഫോം കൊടുക്കും. കാരണം എന്നെ ജയിപ്പിക്കേണ്ട കാര്യമില്ല, ഞാൻ ജയിക്കും. പക്ഷെ ജോൺ അങ്ങനെയല്ലോ, നമ്മൾ ജയിപ്പിച്ചാലേ ജോൺ ജയിക്കത്തില്ല. അതല്ലേ പറഞ്ഞ, അതിന്റെ ആവശ്യമില്ലല്ലോ ഒരാൾക്ക്. നമ്മൾ ടാസ്ക് കൊടുക്കല്ലേ, നീ അങ്ങനെ ജയിപ്പിച്ചിട്ട് ചായക്ക് ഓർഡർ ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ ഈ ആഴ്ചത്തെ രണ്ട് എപ്പിസോഡിൽ അത്യാവശ്യം കാര്യങ്ങൾ, അത് ഇതും ഒരുപാട് കാര്യമുണ്ട്. നമുക്ക് ഇതിനെ വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യണം. എന്തായാലും നമ്മൾ അടുത്ത നമ്മുടെ ഫോർമാറ്റ് ഇപ്പോഴും സെറ്റ് ആയിട്ടില്ല. നമ്മളൊരു പുതിയ എന്താണ് പറയേണ്ടതെന്നുള്ളത് കിട്ടിയില്ല. ഈ ആഴ്ച അനുമോള് കരിഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ എപ്പിസോഡ് എങ്ങനെ തുടങ്ങും തന്നെ ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അനുമോളും ജിസലും തമ്മിൽ ഭയങ്കര പ്രശ്നം നടക്കുന്നുണ്ട് അല്ലേ? അത് എവിടെ ചെന്ന് ക്ലൈമാക്സ് എന്താവും? രണ്ടുപേരിലും ഒരാൾ പുറത്താകും വരെ ഇത് ഭയങ്കര കോൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിക്കട്ടെ, നമുക്ക് ആശംസിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ശുഭരാത്രി. നമ്മുടെ കലാപരമായ കഴിവുകൾക്ക് വേണ്ടി എനിക്ക് ഈ പെർഫോമൻസിന് ഫസ്റ്റ് പ്രൈസ് തരണം, മാർക്കിന്. അല്ലെങ്കിൽ തന്നെ ഓക്കെ, ലാലേട്ടൻ വന്നിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. ബൈ ബൈ.